ഇന്ന് രാത്രികാലത്തെ ധ്യാനത്തിനായി കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിക്കുന്ന അതേ വേദഭാഗത്തിലേക്ക് കടന്നു വരാം. യെശയ്യാ പ്രവചനം 41 അധ്യായം അതിൻ്റെ 10 വാക്യത്തിലേക്ക് കടന്നു വരാം. യെശയ്യാ പ്രവചനം 41 അധ്യായം അതിൻ്റെ 10 വാക്യത്തിലേക്ക് കടന്നു വരാം. ആ ഭാഗത്തെ വായിക്കാം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇതിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, നീ ഭയപ്പെടരുത്, നീ ഭ്രമിക്കരുത്. നീ ചെയ്യരുതാത്തതായ, നീ ചെയ്യേണ്ടതായ 2 കാര്യങ്ങളേ ഉള്ളൂ ദൈവത്തിൻ്റെ പൈതലേ എന്ന് പറയുകയാണ്. നീ ഭയപ്പെടുകയോ നീ ഭ്രമിക്കുകയോ ചെയ്യരുത്. പകരം നീ ചെയ്യേണ്ടതായത് ഇത് 2 മാത്രം. പകരമായി ഞാൻ നിനക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾ, ഒന്നാമത്തേത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവ സാന്നിധ്യത്തെ കുറിച്ച് പറഞ്ഞു. അതിന് അനന്തരമായിട്ട് പറയുകയാണ്, ഞാൻ നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവ സാന്നിധ്യത്തിൻ്റെ മഹത്വവും ഭ്രമിച്ചു നോക്കാതിരിക്കത്തക്കവണ്ണമുള്ള വിഷയങ്ങളുമാണ് ഈ കഴിഞ്ഞ സെഷനുകളിൽ നാം ധ്യാനിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് രാത്രി അതിൻ്റെ അടുത്ത തലത്തിലേക്ക് വരാം. ദൈവ സാന്നിധ്യത്തിൽ കൂടെയുള്ള 3 അനുഗ്രഹങ്ങൾ കർത്താവ് അനുവദിക്കുമെങ്കിൽ ഇന്ന് 2 രാത്രി കൊണ്ട് അതിലേക്കൊന്ന് സ്പർശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 3 ഭാഗങ്ങളാണ് അവിടെ പറയുന്നത്. ദൈവ സാന്നിധ്യത്തിൻ്റെ 3 ഭാഗങ്ങൾ. 1, ഞാൻ നിന്നെ ശക്തീകരിക്കുക. 2, ഞാൻ നിന്നെ സഹായിക്കും. 3, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങുകയും ചെയ്യുക. ശക്തീകരിക്കുന്ന ദൈവം, സഹായിക്കുന്ന ദൈവം, താങ്ങുന്ന ദൈവം. സ്തോത്രം. എന്നോട് ചേർന്നൊന്ന് പറയാമോ? ശക്തീകരിക്കുന്ന ദൈവം, സഹായിക്കുന്ന ദൈവം, താങ്ങുന്ന ദൈവം, ശക്തീകരിക്കുന്ന ദൈവം. ഒന്നാമത്തെ വിഷയത്തിലേക്ക് ഇന്ന് രാത്രി കടന്നു വരാം. ശക്തീകരിക്കുന്ന ദൈവം. ദൈവം ശക്തീകരിക്കുന്നവനാണ്. ഇന്ന് രാത്രികാലം അത്തരം തുറന്നു പറഞ്ഞാട്ടെ, എൻ്റെ ബലഹീനതയിൽ ശക്തി നൽകുന്ന ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ബലഹീനതയിൽ ശക്തി നൽകുന്ന ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു മനുഷ്യനെ ശക്തീകരിക്കുക, ഒരു രാഷ്ട്രത്തെ ശക്തീകരിക്കുക, ഒരു സിസ്റ്റത്തെ ശക്തീകരിക്കുക, അത് ദൈവത്തിൻ്റെ മാത്രം കഴിവാണ്. അത് ദൈവത്തിൻ്റെ മാത്രം പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ദിനവൃത്താന്ത പുസ്തകങ്ങൾ അവസാനിക്കുമ്പോൾ, 1 ദിനവൃത്താന്ത പുസ്തകം അവസാനിക്കുമ്പോൾ 29 അധ്യായം അതിൻ്റെ 12 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, 1 ദിനവൃത്താന്തം 29 12 വാക്യത്തിൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ധനവും ബഹുമാനവും നിങ്ങൾ നിന്ന് വരുന്നു. ധനവും ബഹുമാനവും നിങ്ങൾ നിന്ന് വരുന്നു. നീ സർവവും ഭരിക്കുന്നു. സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. അടുത്ത ഭാഗം, സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും, സകലത്തെയും വലുതാക്കുന്നതും സകലത്തെയും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. ഒരു രാഷ്ട്രത്തെ വലുതാക്കുന്നതും അതിൻ്റെ അതിരുകളെ വിശാലമാക്കുന്നതും ആ രാഷ്ട്രത്തെ ശക്തീകരിക്കുന്നതിനെയും പിമ്പിൽ ഒരു ദൈവകരമുണ്ട്. ഒരു സഭയെ വലുതാക്കുന്നതിലോ ആ സഭയെ ശക്തീകരിക്കുന്നതിനെയും പിമ്പിൽ ഒരു ദൈവകരമുണ്ട്. ഒരു കുടുംബത്തെ വിശാലപ്പെടുത്തുന്നതിലോ അതിനെ ശക്തീകരിക്കുന്നതിന്റെ പിമ്പിലോ ദൈവത്തിന്റെ കരമുണ്ട്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ആമേൻ. Enlarging God, strengthening God. ഇന്ന് രാത്രികാലം നോട്ട് എഴുതുന്നവർ എഴുതി തുടങ്ങിക്കോ. സ്തോത്രം. എൻ്റെ ദൈവം വിശാലപ്പെടുത്തുന്ന ദൈവ, എൻ്റെ ദൈവം ശക്തീകരിക്കുന്ന ദൈവ. നിന്റെ ദൈവം നിന്നെ ബലഹീനപ്പെടുത്തുന്ന ദൈവമല്ല. നിന്റെ ദൈവം നിന്നെ ചുരുക്കി കളയുന്ന ദൈവവുമല്ല. എൻ്റെ ദൈവം എന്നെ വിശാലപ്പെടുത്തുന്ന ദൈവമാണ്. അതരം തുറന്ന് പറഞ്ഞാട്ടെ, എനിക്ക് വിശാലതകൾ സംഭവിക്കുക. ഐ വിൽ എൻലാർജ്. എൻ്റെ ടെറിട്ടറീസ് എൻലാർജ് ചെയ്യപ്പെടാ. കാരണം എൻ്റെ ദൈവം വിശാലപ്പെടുത്തുന്ന ദൈവമാണ്. നിന്റെ മിനിസ്ട്രിയെ നോക്കി പറഞ്ഞാട്ടെ, ഇത് എൻലാർജ് ചെയ്യപ്പെടാ. നിന്റെ ഫാമിലിയെ നോക്കി പറഞ്ഞാട്ടെ, ഇത് എൻലാർജ് ചെയ്യപ്പെടാ. നിന്റെ ബിസിനസിനെ നോക്കി പറഞ്ഞാട്ടെ, ഇത് എൻലാർജ് ചെയ്യപ്പെടാ. എവിടെയൊക്കെ നിനക്ക് ആ വാക്യത്തെ അപ്ലൈ ചെയ്യാമോ അവിടെയൊക്കെ നിനക്ക് അപ്ലൈ ചെയ്തിട്ട് പറഞ്ഞേ, ഞാൻ എൻലാർജ് ചെയ്യപ്പെടാ. ചില വെർഷനുകളിൽ പറയുന്നത് വിശാലമാകുമെന്നല്ല, he shall make it great എന്നാണ് പറയുന്നത്. മഹത്വമുള്ളതാക്കി തീർക്കുക, ശ്രേഷ്ഠമാക്കി തീർക്കുക, ഉന്നതമാക്കി തീർക്കുക, മാന്യമാക്കി തീർക്കും, മഹത്വമുള്ളതാക്കി തീർക്കുക. ദരിദ്രനെ പൊടിയിൽ നിന്നും കുപ്പയിൽ നിന്നും എഴുന്നേൽപ്പിച്ച് പ്രഭുക്കന്മാരോടുകൂടെ സിംഹാസനങ്ങളിൽ ഇരുത്തുന്നത്, മഹത്വമുള്ളതാക്കി തീർക്കുന്നത് ദൈവത്തിന്റെ
ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. വലുതാക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തി, ശക്തീകരിക്കുന്നതും ദൈവത്തിന്റെ പ്രവൃത്തി. വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അപ്പോൾ ചോദിക്കാം, ശക്തീകരിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെങ്കിൽ എവിടെയാണ് ബലം നഷ്ടപ്പെട്ടു പോകുന്നത്? ആരെയാണ് ദൈവത്തിന് ശക്തീകരിക്കേണ്ടതിന് ആവശ്യമായിരിക്കുന്നത്? ആമേൻ. ഒരു മനുഷ്യൻ ബലഹീനപ്പെടുന്നതിന്റെ ഒന്നാമത്തെ കാരണം ഞാൻ വേഗത്തിൽ ആമുഖങ്ങൾ കൂടാതെ പറഞ്ഞു പോവുകയാണ്. എനിക്കറിയാം ദൈവവചനത്തിന്റെ ആഴങ്ങളൊക്കെ നന്നായി അറിയുന്ന, ഉപദേശത്തിന്റെ അടിത്തട്ടുകളിൽ പണിയപ്പെടുന്ന തിരുസഭയാണിതെന്നറിയാം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒന്നേ എന്ന് പറഞ്ഞു വരേണ്ട ആവശ്യകതയില്ല. ഞാൻ അതുകൊണ്ട് ഡയറക്റ്റ് അതിലേക്ക് കടന്നു പോവുകയാണ്. ഒരു മനുഷ്യനെ ബലഹീനപ്പെടുത്തുന്ന ഒന്നാമത്തെ വിഷയം അവന്റെ പാപമാണ്. ഒരു മനുഷ്യനെ ശക്തീകരിക്കുന്ന ദൈവം അവനെ ശക്തീകരിപ്പാൻ ആഗ്രഹിക്കുന്നത് ഒരു വിശുദ്ധിയും വേർപാടുമാണ്. പക്ഷേ പാപം ഒരു മനുഷ്യനെ ബലഹീനപ്പെടുത്തും. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മനോഹയുടെ കുടുംബം. മനോഹയുടെ കുടുംബം നീതിയും ഭക്തിയും ഉള്ളവരായിരുന്നു. ആ മനോഹയുടെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ ദൂതൻ കടന്നു ചെന്നിട്ട് അവരെ, ഇസ്രായേലിനെ രക്ഷിപ്പാനുള്ള ഒരു ശക്തിവത്തായ പ്രവൃത്തി അവിടെ ദൈവം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ദൈവം അവിടെ പറയുകയാണ്, ഞാൻ ശക്തീകരിപ്പാൻ തക്കവണ്ണ, ഞാൻ ബലപ്പെടുത്തുവാൻ തക്കവണ്ണ നിന്റെ മനോഹയുടെ ഭാര്യയോട് പറയുകയാണ്, നീ വിശുദ്ധിയുള്ളവളായിരിക്കണം. നീ മുന്തിരിയുടെ കുരുതൊട്ട് തൊലി വരെ യാതൊന്നും മുന്തിരിവള്ളിയിൽ ഉണ്ടാകുന്നത് ഭക്ഷിക്കരുത്. നിന്റെ ഉദരത്തിൽ ഒരു ശിശു ഉരുവായി തുടങ്ങുന്ന ഈ സമയം തുടങ്ങി നീ ഒരു വ്രതസ്ഥയായിരിക്കണോ. കാരണം നിന്നിൽ നിന്ന് ഞാനൊരു ശക്തനെ എഴുന്നേൽപ്പിക്കുവാൻ പോവുകയാണ്. വ്രതസ്ഥരുടെ അകത്തു നിന്നാണ് ശക്തന്മാർ എഴുന്നേൽക്കുന്നത്. അതരം തുറന്ന് വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ്, വ്രതസ്ഥരുടെ ഉള്ളിൽ നിന്ന് ശക്തന്മാർ എഴുന്നേൽക്കോ. വിശുദ്ധന്മാർക്കാണ് ശക്തന്മാരെ ജനിപ്പിക്കാൻ കഴിയുന്നത്. ഭക്തന്മാർക്കാണ് ശക്തന്മാരെ ജനിപ്പിക്കാൻ കഴിയുന്നത്. കൃപയുള്ളവർക്കാണ് ശക്തന്മാരെ ജനിപ്പിക്കാൻ കഴിയുന്നത്. സ്തോത്ര. ഇവിടെ മനോഹയെയും ഭാര്യയെയും ദൈവം ഒരു നിയോഗമേൽപ്പിച്ചോ, നിങ്ങൾ വിശുദ്ധരായിരിക്കണം, നിങ്ങൾ ഒരു അതിശക്തനെ എഴുന്നേൽപ്പിക്കുകയും പോവുകയാണ്. ആ ശക്തന്റെ അവന്റെ തലയിൽ കത്തി വെക്കരുത്. അവന്റെ തലയിൽ മുടികൾ വളരട്ടെ, അത് ജട പിടിച്ച് ഒരുപക്ഷെ അലങ്കോലമായി കിടക്കട്ടെ, പക്ഷേ 7 ജടകളായി പിന്നിയിട്ട് അവൻ അസാധാരണമായ ശക്തിയുള്ളവനായിരിക്കും. നാളുകൾ മുൻപോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ദൈവത്തിന്റെ കൽപ്പന പോലെ മനോഹയുടെ ഭാര്യ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചോ. അവൾ ഗർഭം ധരിക്കുന്ന അവൾക്ക് വെളിപ്പാടിൽ ദർശനവും ലഭിച്ച അന്ന് തുടങ്ങി അവൾ മുന്തിരിവള്ളിയുടെ ഫലമൊന്നും ആസ്വദിക്കാതെ നാസിർ വ്രതസ്ഥത്തിന്റെ മഹത്വത്തിൽ അവൾ സൂക്ഷിക്കപ്പെട്ടോ. അവളുടെ കുഞ്ഞിനെയും അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു. കുഞ്ഞൊരു യൗവനക്കാരനായി അവൻ അസാധാരണ ശക്തിയുള്ളവനായിരുന്നു. അതിനെ കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, ശിംശോനെ കുറിച്ച്. എന്നാൽ ശിംശോന്റെ ബലത്തിന്റെ കുറവുകളെ, ശിംശോന്റെ ബലത്തിന്റെ വേരിയേഷൻസിനെ, ശിംശോന്റെ ബലത്തിന്റെ വ്യത്യാസങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുക. ശിംശോൻ ആരംഭത്തിങ്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ശിംശോൻ ആരംഭത്തിങ്കൽ തിമ്നയ്ക്ക് പോകുന്ന വഴിയിൽ മുന്തിരിത്തോട്ടത്തിനരികെ വെച്ച് സ്തോത്രം ഒരു സിംഹം ശിംശോന് എതിർപ്പെടുകയാണ്. ഒരു സിംഹം ശിംശോന് എതിർപ്പെടുമ്പോൾ ശിംശോൻ അതിനെ കീഴടക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കെ, കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കെ, ഞാൻ ആവർത്തിക്കട്ടെ, കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കെ അവൻ ചെന്ന സിംഹത്തെ പിടിച്ച് ഒരാട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണമേ, കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കെ, കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കെ. എന്നാൽ ജീവിത യാത്രയിൽ മുൻപോട്ട് പോകവേ പാകപ്പിഴകൾ സംഭവിച്ചോ. ജീവിതത്തിൽ വിശുദ്ധിയുടെ വേരോട്ടങ്ങൾ കുറഞ്ഞുപോയി, ജീവിതത്തിന്റെ നിലവാരം തകർന്നോ. സ്തോത്ര. അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രമാദമായിരിക്കുന്ന തന്റെ പ്രവൃത്തി സ്തോത്ര രാമത്ത് ലേഹിയിൽ വെച്ചാണ്. രാമത്ത് ലേഹിയിൽ വെച്ച് 3000 പേർ ചേർന്ന് തന്നെ ഗുഹയിൽ നിന്ന് കെട്ടിയെടുത്ത് രാമത്ത് ലേഹിയിൽ കൊണ്ടുവന്ന് തള്ളിക്കളയുന്ന സമയത്ത് തനിക്കെതിരായി നിൽക്കുന്ന ശത്രുവിനെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണോ സ്തോത്രം കയ്യിലൊന്നുമില്ലാതിരിക്കുന്ന ശിംശോന് ബലമില്ല. കയ്യിലൊന്നുമില്ലാതിരിക്കുന്ന ശിംശോൻ അവിടെ തിരയുകയാണ്, എന്തെങ്കിലും എനിക്കൊരു സഹായത്തിനായി ഉണ്ടോ എന്ന്. അവിടെ ശിംശോൻ ജയമെടുക്കുന്നു കഴുതയുടെ പച്ച താടിയെല്ലുകൊണ്ട്. കണ്ടോ, കയ്യിലൊന്നുമില്ലാതിരിക്കെ സിംഹത്തെ കീറിക്കളഞ്ഞവൻ ഇപ്പോൾ ഇവിടെ മനുഷ്യരെ സംഹരിപ്പാൻ അവന് കയ്യിൽ ഒരു താടിയെല്ലിന്റെ ആവശ്യത്തിലേക്ക് വന്നു. അവനൊരു വെപ്പൺ, ചെറുതായിരിക്കട്ടെ പക്ഷേ അവനൊരു വെപ്പൺ ആവശ്യമായി വന്നു. കണ്ടോ, അദ്ദേഹത്തിന്റെ ശക്തി കുറയുകയാണ്. ഏറ്റവും ഒടുവിൽ ബലമില്ലാത്തവനായി അന്യക്ഷേത്രത്തിനകത്തിരുന്ന് മാവ് കുഴയ്ക്കുന്നവനെ കാണുവാൻ കഴിയുക. എന്താണ് ശിംശോൻ നിന്റെ ബലം കുറഞ്ഞു പോയത്? ശിംശോന്റെ ബലം കുറഞ്ഞു പോയതിന്റെ 1-2 ഭാഗങ്ങളെ പറഞ്ഞ്
ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകാം. ഒന്ന്, സ്തോത്ര, ശിംശോന്റെ എതിരെ, സ്തോത്ര, ശിംശോനെതിരെ സിംഹം കടന്നു വന്നപ്പോൾ അവന്റെ അപ്പനോടും അമ്മയും അവനോട് കൂടെ ഉണ്ടായിരുന്നില്ല. സിംഹത്തെ പറിച്ചു കീറി കൊന്നുകളഞ്ഞോ, അവൻ അപ്പനോടും അമ്മയോടും അത് പറഞ്ഞില്ല. He lost the fellowship with his family. He lost the fellowship with his parents. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയുകയാണ്, വിശുദ്ധിയുടെ അടിത്തട്ടിളകുന്നത്, പാപത്തിന്റെ വാതിൽ ആരംഭത്തിൽ തുറക്കുന്നത് എവിടെയാണെന്നറിയാമോ? എവിടെ നിങ്ങളുടെ പേരൻസുമായിട്ടുള്ള നിങ്ങളുടെ കോണ്ടാക്റ്റുകൾ കുറയുന്നോ, എവിടെ നിങ്ങളുടെ ഫാമിലിയുമായുള്ള ഫെലോഷിപ്പ് കുറയുന്നോ, അവിടെ പാപത്തിന്റെ വാതിൽ പതിയെ തുറക്കപ്പെടുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ അറിയണോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുമായുള്ള ഫെലോഷിപ്പ് കുറയുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ എവിടെയോ പാപത്തിന്റെ വാതിൽ തുറക്കുകയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് പേരൻസുമായുള്ള ഫെലോഷിപ്പിനകത്ത് ഒരു ഗ്യാപ്പ് വരുന്നെങ്കിൽ എവിടെയോ 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 ഒരു വിശുദ്ധിയുടെ കുറവ് സംഭവിക്കുകയാണ്. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഇവൻ അപ്പനോടും അമ്മയോടും അത് പറഞ്ഞില്ല. ഇവൻ അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. പക്ഷെ അവൻ പോയിരുന്നയിടത്ത് അവൻ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത 30 ഫ്രണ്ട്സിനെ അവന് കിട്ടി. അവൻ ആ 30 ഫ്രണ്ട്സിനോട് കടങ്കഥയായിട്ട് ഇത് പറഞ്ഞു. പേരൻസിനോട് ഷെയർ ചെയ്യാത്തത് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ തുടങ്ങി. മാതാപിതാക്കളോട് പറയാത്തത് ചങ്കിനോട് പറയാൻ തുടങ്ങി. ഇന്ന് രാത്രി നീ തിരിച്ചറിയണോ, നിന്റെ മാതാപിതാക്കളോട് ഷെയർ ചെയ്യുന്നതിനെക്കാട്ടിലോ നിന്റെ ചങ്കിനോട് ഷെയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ, നിന്റെ ഫെലോഷിപ്പിനെ കാട്ടിലോ, നിന്റെ ചർച്ചിനെ കാട്ടിലോ, നിന്റെ അഭിഷക്തന്മാരെ കാട്ടിലോ, നിന്റെ മാതാപിതാക്കളെ കാട്ടിലോ, നിനക്ക് ചില അന്യ സുഹൃത്തുക്കൾ നിനക്ക് ചങ്കായി മാറുമ്പോൾ അവിടെ പാപത്തിന്റെ വാതിൽ തുറക്കുകയാണ്. അവിടെ പാപത്തിന്റെ വാതിൽ തുറക്കുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, ഈ ഉപവാസ പ്രാർത്ഥനകൾ shut the door, പാപത്തിന്റെ വാതിലുകളെ അടച്ചുകള. No 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 no, keep the fellowship with the family, keep the fellowship with family. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല, പിന്നെയും അതേ വഴിയിൽ കൂടി കടന്നുപോയി. അപ്പനോടും അമ്മയോടും പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അപ്പനും അമ്മയും പിന്നീട് ആ വഴിക്ക് പോകത്തില്ലായിരുന്നു. പക്ഷേ അവൻ പിന്നെയും അതുവഴി പോയി. അവൻ പിന്നെയും അതുവഴി പോയപ്പോൾ അവനൊരു എക്സൈറ്റ്മെന്റ്. അമ്മേൻ, ആ സിംഹത്തിന്റെ ഉടല് എന്തായി എന്നൊന്ന് കാണണോ. അവൻ കടന്നു ചെന്നപ്പോൾ ആ സിംഹത്തിന്റെ ഉടലിൽ ഒരു തേനീച്ച കൂടിയിരിക്കുന്നു. നാസീറിനൊരു വ്രതമുണ്ട്. നാസീർ വ്രതത്തിനൊരു പ്രമാണമുണ്ട്, ഒരു നിയമമുണ്ട്. അവൻ ശവം കൊണ്ട് അശുദ്ധനാകരുത്. അവന്റെ കുടുംബത്തിൽ ഒരുത്തം മരിച്ചാൽ പോലും ആ ശവത്തെ അവൻ തുടരുത്. നാസീറും ശവവും തമ്മിൽ ഒരു ദൂരമുണ്ടാകണം. അന്നേരമാണ് ഈ നാസീർ വ്രതസ്ഥൻ ചെന്ന് അവന്റെ അപ്പന്റെ അല്ല, അമ്മയുടെ അല്ല, കുടുംബത്തിൽപ്പെട്ടവരുടെ അല്ല, അവന്റെ വംശത്തിലുള്ള ഒരു മനുഷ്യന്റെ പോലും അല്ല, ഒരു മൃഗത്തിന്റെ ശവം അഴുകി ദ്രവിച്ച് അസ്ഥികൂടത്തിൽ കിടക്കുന്ന ആ തേനിനെ ഇവൻ പോക്കിയെടുത്ത് അവൻ അതിനെ തിന്നോണ്ട് നടക്കുവാൻ തുടങ്ങി. നാണം കെട്ടവൻ. അവന്റെ പ്രമാണത്തെ അവൻ മറന്നുപോയി. അവന്റെ പ്രമാണത്തെ അവൻ മറന്നുപോയി. ശിംശോന്റെ ബലം നഷ്ടപ്പെട്ടത് ഒന്നാമത്തെ സംഗതി അവന്റെ ഫുഡായിരുന്നു. അവന്റെ ഫുഡായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ആവർത്തിച്ചു പറയട്ടെ, കൗമാരത്തിൽ, യൗവനത്തിൽ, സ്തോത്ര, ആമേൻ, നിന്റെ തൊണ്ടയ്ക്ക് കത്തി വെച്ചു കൊള്ളണം. കാരണം നീ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ നിന്റെ ഓപ്പോസിറ്റിൽ ഒരു രാജാവിരിപ്പുണ്ട്. He is the King of Kings. നിന്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചു കൊള്ളണം. ഒരു പക്ഷെ നീ പറഞ്ഞേക്കാ, ഞാൻ മദ്യപിക്കാൻ പോകുന്നില്ല, ഞാൻ ബാറിൽ പോകുന്നില്ല, പബ്ബിൽ പോകുന്നില്ല, ബീർ കുടിക്കുന്നില്ല. പകരം ഞാൻ ഒരല്പ വൈകുന്നേരങ്ങളിൽ പോയി ഞാൻ പോയി കുറെ മന്തി കഴിക്കുന്നതേ ഉള്ളൂ, ഞാൻ പോയി കുറെ ചിക്കൻ കഴിക്കുന്നതേ ഉള്ളൂ, ഞാൻ പോയി കുറെ ഷെയ്ക്ക് കുടിക്കുന്നതേ ഉള്ളൂ. നോ 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 നോ, നിന്റെ തൊണ്ടയ്ക്ക് കത്തി കയറിയില്ലെങ്കിൽ അത് നിന്റെ വിശുദ്ധിക്കെതിരെയുള്ള വെല്ലുവിളിയാണെന്നറിയണോ. നിന്റെ തൊണ്ടയ്ക്ക് കത്തി കയറിയില്ലെങ്കിൽ എവിടെയൊക്കെ ഭക്ഷണം നിനക്കൊരു വീക്ക്നെസ് ആകുന്നു, എവിടെയൊക്കെ ഭക്ഷണം നിന്നെ ഭ്രമിപ്പിക്കുന്നു, അത് പാപത്തിന്റെ വാതിലാണ്. അത് പാപത്തിന്റെ വാതിലാണ്. ഏതൊരു ഭക്ഷണമാണോ നിനക്കൊരു ഒത്തിരി ഇഷ്ടമുള്ളത്, ഒരു മാസത്തേക്ക് അതിനെ കട്ട് ചെയ്യ്. ചായയാണോ ഭയങ്കര ഇഷ്ടം, ഒരു മാസത്തേക്ക് നീ ചായ കുടിക്കുന്നില്ലെന്ന് പറ. ഫിഷ് ആണോ ഭയങ്കര വീക്ക്നെസ്, ഒരു മാസത്തേക്ക് ഫിഷ് തൊടുന്നില്ലെന്ന് പറ. ചിക്കൻ ഇല്ലെങ്കിൽ കഴിക്കത്തില്ലയോ, ഇനി ഒരു മാസത്തേക്ക് ഞാൻ ചിക്കനെ തൊടത്തില്ലെന്ന് പറ, അതിന്റെ മണം പോലും അടിക്കത്തില്ലെന്ന് പറ. ഓവർകം ദ ഫുഡ്. ഭക്ഷണത്തിന്മേലൊരു ജയമുണ്ടാകട്ടെ, ഭക്ഷണത്തിന്മേലൊരു
ജയമുണ്ടാകട്ടെ. അവൻ പോയി ശബത്തിനകത്തിരുന്ന തേനെടുത്തു തിന്നോ. അവൻ ശബത്തിനകത്തിരുന്ന തേനെടുത്തു തിന്നോ. ഓ, നമ്മളിൽ അനേകർ കുഞ്ഞുങ്ങൾക്കൊരു ധാരണയുണ്ട്, എനിക്ക് എന്നെ തന്നെ സൂക്ഷിക്കാൻ അറിയാം. ഐ നോ ടു കൺട്രോൾ മൈസെൽഫ്. എൻ്റെ കൂടി ഞാൻ ഏത് പാർട്ടിക്ക് പോയാലോ, എൻ്റെ കൂടിയിരിക്കുന്നവരെല്ലാവരും മദ്യപിച്ചാലോ, എനിക്കറിയാം എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ. നോ 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 നോ, നീയല്ല നിന്നെ കൺട്രോൾ ചെയ്യുന്നത്, പരിശുദ്ധാത്മാവാണ് നിന്നെ കൺട്രോൾ ചെയ്യുന്നത്. സെൽഫ് കൺട്രോൾ അല്ല, കൃപയാണ് നമ്മുടെ കൺട്രോൾ, അഭിഷേകമാണ് നമ്മുടെ കൺട്രോൾ. അതുകൊണ്ട് എവിടെയൊക്കെ സെൽഫ് കൺട്രോളിൽ ജീവിക്കാൻ തുടങ്ങിയാലും അടിതെറ്റുമെന്ന് തിരിച്ചറിയണം. റിലൈ ഓൺ ദ പവർ ഓഫ് ഹോളി ഗോസ്റ്റ്, റിലൈ ഓൺ ദ ഗ്രേസ് ഓഫ് ഗോഡ്, റിലൈ ഓൺ ദ ഏഞ്ചൽസ് ടു ബി ഹോളി. എവിടെയൊക്കെ ഒരുത്തൻ എനിക്ക് വിശുദ്ധനായി ജീവിക്കാമെന്ന് തോന്നിയിട്ടുണ്ടോ, അവന്റെ അടി പതറിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ വിശുദ്ധനാകുമെന്ന് പറഞ്ഞവൻ, അവൻ മരണത്തോളം ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ അവൻ നിലനിൽക്കുകയും ചെയ്യും. ഹോളി സ്പിരിറ്റ് കണ്ടോ, അവന്റെ വ്രതം തെറ്റി, അവന്റെ വ്രതം അവിടെ തെറ്റി. പക്ഷേ അവനത് അറിഞ്ഞില്ല. അവൻ അതിപ്പോൾ ഒരു പ്രശംസയായി കൂട്ടുകാരോട് പറയുകയാണ്. നാളുകൾ കടന്നുപോയി. രാമത്തിലേഹിയിൽ അവനൊരു ആയുധം എടുത്തു. അവൻ എടുത്ത ആയുധം ഏതാണെന്നറിയാമോ? കഴുതയുടെ പച്ച താടിയല്ലേ. ശവത്തെ തുടരുതാത്തവൻ ഇപ്പം മാംസത്തിന്റെ മണം മാറാത്ത പച്ച താടിയല്ലിനെ കയ്യിലെടുത്ത് ജയം നേടുകയാ. എന്നിട്ട് ഇത് എറിഞ്ഞു കളഞ്ഞിട്ട് അവിടെ ഇരുന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, കർത്താവേ, എൻ്റെ കയ്യാൽ നീ ഇത്ര വലിയ ജയം നൽകിയല്ലോ. കണ്ടോ, കൃപ വിട്ടുമാറിയിട്ടും ജയമുണ്ട്, നിയോഗം വിട്ടുമാറിയിട്ടും ജയമുണ്ട്, അഭിഷേകം വിട്ടുമാറിയിട്ടും ജയമുണ്ട്, പ്രമാണം വിട്ടുമാറിയിട്ടും ജയമുണ്ട്. ഓ, അതുകൊണ്ട് ദൈവം ഇതിനെല്ലാം യേശു പറയുകയാണെന്ന് നീ ചിന്തിക്കരുത്. എവിടെയോ 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 ശിംശോന്റെ അടുക്കൽ ഒരു കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. യേശുയുടെ അടുക്കൽ ചെന്ന രാത്രിയിലും അവൻ കട്ടളയും കതകും പൊളിച്ചു കൊണ്ടുപോയി ഗസയുടെ. അവൻ ചിന്തിച്ചു, ഇതൊക്കെ ചെയ്തിട്ടും പവർ വ്യാപരിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ ചെയ്തിട്ടും സിസ്റ്റം ഓക്കെ ആണല്ലോ. പക്ഷേ എവിടെയോ എവിടെയോ കുരുക്ക് മുറുകുകയായിരുന്നു, എവിടെയോ എവിടെയോ കുരുക്ക് മുറുകുകയായിരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഇതൊക്കെ ചെയ്തിട്ടും ദൈവം എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. പാസ്റ്റർക്കും അമ്മയ്ക്കുമല്ലേ ഇത്ര പ്രശ്നം, ദൈവത്തിന് എന്നോടൊരു പ്രശ്നവും ഇല്ലല്ലോ. നിങ്ങൾ മിണ്ടാതിരി അമ്മ എന്ന് ദേഷ്യപ്പെടുമ്പോൾ നീ അറിയണോ, ശിംശോനും ഇതുപോലൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഒരു രാത്രി ശിംശോന്റെ ചിന്താഗതികൾ പാളിപ്പോയി. ശിംശോനെ പിടിച്ചു കെട്ടി അവന്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചോ, അവന്റെ തലമുടി വടിച്ചു കളഞ്ഞോ. അവൻ മൊട്ടത്തലയനായി, കണ്ണുപൊട്ടനായി, കെട്ടപ്പെട്ടവനായി അവൻ ഫിലിസ്തീന്റെ കാരാഗ്രഹങ്ങളിൽ ഒന്നിലിരിക്കുകയാണ്. നാളുകൾ കഴിഞ്ഞോ, അവനൊരു പ്രദർശന വസ്തുവായി മാവ് പൊടിപ്പാൻ തക്കവണ്ണം ക്ഷേത്രത്തിൽ കൊണ്ടുവന്നോ. സ്തോത്ര. പക്ഷേ ആ സമയമായപ്പോഴേക്ക് എവിടെയോ അവന് നഷ്ടപ്പെട്ടു പോയ മുടികൾ, അവന്റെ അഹങ്കാരത്തിൽ ശത്രു വടിച്ചു കളഞ്ഞ മുടികൾ ആ കാരാഗ്രഹത്തിൽ ദൈവം വളർത്തുകയായിരുന്നു. ഇന്ന് പകൽ ഞാൻ അതിന്റെ സെക്കൻഡ് സെക്ഷനിലേക്ക് വരട്ടെ. ഇന്നലകളിൽ എവിടെയോ നിന്റെ പാപത്തിലും വീഴ്ചയിലും ശത്രു വടിച്ചു കളഞ്ഞ നിന്റെ മുടിയെ നിന്റെ കാരാഗ്രഹങ്ങളിൽ ദൈവ പിന്നെയും കിളിർപ്പിക്കുകയാണ്. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ വ്യക്തിപരമായി പറയുന്നു, ഇന്നലകളിൽ നിന്റെ കാരാഗ്രഹങ്ങളിൽ നീ നഷ്ടപ്പെട്ടു പോവുകയല്ല, ആ കാരാഗ്രഹത്തിൽ അവൻ നിന്റെ മുടി കിളിർപ്പിക്കുകയാണ്. കർത്താവേ, നീ എന്നോട് ക്ഷമിച്ചില്ലേ, പിന്നെയും എന്താ എന്നെ ഈ കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുന്നത്? ഞാൻ ലിറ്ററലി ഒരു ജയിലിലാ കർത്താവേ. എൻ്റെ വീടിപ്പോ ഒരു ജയിൽ പോലെ. എനിക്ക് എങ്ങോട്ടും ഒന്ന് പോകാനില്ല, എനിക്ക് ആരെയും ഒന്ന് വിളിക്കാനില്ല, എനിക്ക് ആരോടും ഒന്നും പറയാനില്ല. അപ്പാ, ഞാനൊരു ജയിലിലാ. ശിംശോനെ, നിന്റെ ദൈവം ജയിലിൽ അടച്ചിരിക്കുന്നത് നിന്റെ തലമുടി ഒന്ന് വളരാൻ വേണ്ടിയാ. നീ ദൈവത്തെ തള്ളിയിട്ടോ, നീ ദൈവത്തെ തിരസ്കരിച്ചിട്ടോ, ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പദ്ധതി തീർന്നിട്ടില്ല. ഇന്ന് പകൽ, ഇന്ന് രാത്രി ദൈവജനം തിരിച്ചറിഞ്ഞാട്ടെ. ചില കാരാഗ്രഹങ്ങൾ, ചില തടവറകൾ, ജീവിതത്തിന്റെ ചില പ്രതികൂല നാളുകൾ, അത് നിന്റെ തലമുടി വളരുവാൻ, അത് നിന്റെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യുവാൻ, അത് നിന്റെ ശക്തി മടങ്ങി വരുവാൻ, അത് ദൈവം നിനക്ക് നൽകുന്ന ഒരു പ്രോസസിംഗ് ദൈവമാണ്. ഇപ്പൊ ക്ഷേത്രത്തിൽ മാവ് പൊടിക്കുന്ന കണ്ണുപൊട്ടന് സ്തോത്ര, അവന് ഒരു ബലവുമില്ല. തലയിൽ വളർന്നു വരുന്ന ചെറിയ മുടികൾ മാത്രം, തലയിൽ വളർന്നു വരുന്ന ചെറിയ മുടികൾ മാത്രം. അവൻ ആ മുടിയൊന്ന് തൊട്ടു നോക്കാൻ കഴിയുന്നില്ല. കെട്ടപ്പെട്ടവനായി ഇരിക്കുകയാ. അടുത്തിരിക്കുന്നവന്റെ അടുക്കൽ അവൻ പറഞ്ഞു, അയ്യോ എനിക്ക് വയ്യ, ഞാൻ കുറെ നേരമായിട്ട് മാവ് പൊടിച്ച് തളരുകയാ, എനിക്ക് ചാരാൻ ഈ തൂണ്
തൂണുകൾ എവിടെയെന്ന് ഒന്നിന്റെ തൂണുകൾ അതിനോട് ചേർത്തൊന്ന് പിടിപ്പിക്കാമോ? ശിംശോൻ ആ തൂണുകളോട് ചേർത്ത് പിടിക്കുമ്പോൾ രാജാക്കന്മാരുടെ ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവന്റെ തലമുടി കളഞ്ഞ ശേഷം വീണ്ടും വളർന്നു തുടങ്ങി. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, കർത്താവ് ചിലരുടെ തലമുടിയെ വളർത്തി തുടങ്ങുന്ന സീസണാണ്. നിന്റെ കൗമാരത്തിലെ പാപങ്ങളെ ദൈവം ഇനി ഓർത്തു വെക്കത്തില്ല. നിന്റെ യൗവനത്തിലെ അകൃത്യങ്ങളെ ദൈവം ഓർത്തു വെക്കത്തില്ല. നിന്റെ ലംഘനങ്ങളുടെയും പാപങ്ങളുടെയും നടുവിൽ ശത്രു അടിച്ചു കളഞ്ഞ മുടിക്ക് പകരം ദൈവം മുടിയെ കിളിർപ്പിച്ചു വരികയാണ്. ഇന്ന് രാത്രികാല ശത്രു അടിച്ചു കളഞ്ഞതിനെ ഓർത്തു നീ വ്യാകുലപ്പെടണ്ട. സ്വർഗം നിനക്ക് പുതിയത് ചിലത് കിളിർപ്പിക്കുകയാണ്. അങ്ങനെ മുടി വളർന്നു തുടങ്ങിയ ശിംശോൻ അതിന്റെ 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു. ശിംശോൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. മുടി കിളിക്കാൻ തുടങ്ങിയവൻ ഇപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രികാല പാപത്തെ വെറുക്കുന്ന ദൈവ പൈതലേ, ദൈവം നിന്നെ ചില പ്രോസസ്സിൽ കൂടി കടത്തിവിടുമ്പോൾ പിറുപിറുത്ത് പിന്മാറി പോവുകയല്ല. കം ടു ദ ആൾട്ടർ. പ്രാർത്ഥനയുടെ ബലിപീഠത്തിലേക്ക് കടന്നു വന്ന് അവിടെ ശിംശോനെ പോലെ പ്രാർത്ഥിച്ചു തുടങ്ങ്. അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചോ. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: യഹോവേ എന്നെ ഓർക്കണമേ, യഹോവേ എന്നെ ഓർക്കണമേ, യഹോവേ എന്നെ ഓർക്കണമേ, എന്നെ ഒരിക്കൽ കൂടെ ഓർക്കണമേ, എന്നെ ഒരിക്കൽ കൂടെ ഓർക്കണമേ. ഈ രാത്രികാല കഴിഞ്ഞ നാളുകളിൽ എവിടെയോ ദൈവം വലിയ കൃപകളും വരങ്ങളും നൽകി, വലിയ നിയോഗങ്ങളും അഭിഷേകവും നൽകി, വലിയ സ്ഥാനവും മാനവും നൽകി. പക്ഷെ എവിടെയോ ദൈവ വഴി വിട്ടപ്പോൾ, എവിടെയോ ദൈവകൃപ നഷ്ടപ്പെട്ടപ്പോൾ നിന്നിൽ നിന്ന് അത് അകന്നുപോയി. പക്ഷേ ഈ രാത്രി ഞാൻ സ്നേഹത്തോടെ എൻ്റെ സഹോദര ചോദിക്കുകയാണ്, ഒരു കുറ്റം വിധിക്കാനല്ല, നിന്നെ താഴ്ത്തിക്കെട്ടാനല്ല. നിനക്ക് ദൈവത്തിലേക്കൊന്ന് മടങ്ങി വരാൻ ഒരുക്കമുണ്ടോ? കർത്താവേ, എനിക്കൊന്ന് റിസ്റ്റോർ ചെയ്യപ്പെടണോ? സംഭവിച്ചു പോയതെല്ലാം എനിക്കൊന്ന് മറക്കണോ? ഐ വാണ്ട് ടു ബി റിസ്റ്റോർഡ്. എൻ്റെ അഹങ്കാരത്തെ, എൻ്റെ നിഗളത്തെ, എൻ്റെ തെറ്റുകളെ, എൻ്റെ കുറ്റങ്ങളെ, എൻ്റെ പിന്മാറ്റങ്ങളെ, എൻ്റെ വിമർശനങ്ങളെ, എൻ്റെ ചിന്താഗതികളെ, forgive me, O Lord. എന്നോടൊന്ന് ക്ഷമിക്കണമേ. ഒരു പ്രാർത്ഥനയുടെ യാഗപീഠത്തിലേക്ക്, ഒരു പ്രാർത്ഥനയുടെ ആൾട്ടറിലേക്ക് ഇന്ന് രാത്രി എത്ര പേർ കടന്നു വരോ? എന്നെ ഒന്ന് ഓർക്കണമേ. അപ്പൊ ഒരു കാലത്ത് നീ എന്നെ ഒത്തിരി സ്നേഹിച്ചതാ, അപ്പൊ ഒരു കാലത്ത് നീ എന്നെ ഒത്തിരി താങ്ങിയതാ. ബട്ട് ഐ ലോസ്റ്റ് ഇറ്റ്. അല്ലോ, എനിക്ക് ആ കൃപ നഷ്ടപ്പെട്ടു പോയി, എനിക്ക് ആ ശക്തി നഷ്ടപ്പെട്ടു പോയി. റിന്യൂ മീ, അല്ലോ, എന്നെ ഒന്ന് ശക്തീകരിക്കാമോ? എന്നിലേക്ക് ആ ബലം ഒന്ന് പകർന്നു തരാമോ? ഈ ഒരു പ്രാവശ്യം അവിടെ ശിംശോൻ പറയുകയാണ്, ഒരു പ്രാവശ്യം എനിക്ക് ശക്തി നൽകണമേ. ഞാൻ ആ ഭാഗങ്ങളൊന്നും എടുക്കുന്നില്ല. എനിക്ക് പ്രതികാരത്തെ കുറിച്ചും പറയാനില്ല, എനിക്ക് പ്രതികരണത്തെ കുറിച്ചും പറയാനില്ല, എനിക്ക് ഒരു പ്രാവശ്യം എന്നതുമില്ല. പക്ഷേ ആ പ്രാർത്ഥനയുടെ അവസാന വാചകം ഞാൻ ഇന്ന് ദൈവസഭയിൽ പറയുകയാണ്: എനിക്ക് ശക്തി നൽകണമേ. പാപത്താൽ എന്നിൽ നഷ്ടപ്പെട്ടു പോയ ശക്തി, എൻ്റെ ലംഘനങ്ങളാൽ എന്നിൽ നഷ്ടപ്പെട്ടു പോയ ശക്തി, എൻ്റെ പിന്മാറ്റത്താൽ എന്നിൽ നഷ്ടപ്പെട്ടു പോയ ശക്തി, എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ശക്തി, എൻ്റെ ഹിതങ്ങളിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ശക്തി, ആ ശക്തി എനിക്കൊന്ന് മടക്കി തരണമേ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിൻ്റെ മേൽ ആ ശക്തി പകരുന്ന സമയമാണ്. ശക്തി നൽകണമേ. ഇന്ന് രാത്രി ആ ശക്തി ഒന്ന് നൽകണമേ. ഇന്ന് രാത്രി ആ ശക്തി എനിക്കൊന്ന് നൽകണമേ. ഇന്ന് രാത്രി ആ ശക്തി എനിക്കൊന്ന് നൽകണമേ. അൽബന ശേര്യബര ഹാർദോനിയ അർധേനിയ ശബ പ്രവോനിയ ഓലിയ മനശബ പ്രവേനി യാരാമ സാരാധനാധിയാധര സങ്കീർത്തനം 10-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാചകം എഴുതിയിട്ടുണ്ട്: എന്റെ ആയുസ് ദുഃഖം കൊണ്ടും എന്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു. ആരുടെ ശാപമാ? ആരുടെ മന്ത്രവാദമാ? ആരുടെ കൊള്ളരുതായ്മയാ? എൻ്റെ ആയുസ് ദുഃഖം കൊണ്ടും എൻ്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു. അടുത്ത ഭാഗം: എൻ്റെ അകൃത്യ നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചും എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർ അത് സമ്മതിക്കും? ഒരു ആഭിചാരവുമല്ല,
ഒരു മന്ത്രവാദവുമല്ല, ഒരു മനുഷ്യനും എന്നെ ഉപദ്രവിച്ചിട്ടല്ല. എൻ്റെ അകർത്യ നിമിത്തം എൻ്റെ ബലം ക്ഷയിച്ചു, എൻ്റെ ബലം ക്ഷീണിച്ചും എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുമിരിക്കുന്നു. ഇന്ന് രാത്രികാലം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് തെറ്റുകുറ്റങ്ങളെ ദൈവത്തോട് ഏറ്റുപറയുമെങ്കിൽ ഈ രാത്രി അവൻ നമ്മുടെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തരോ. ഈ രാത്രി അവൻ ഒരു ശക്തിയെ പകർന്നു തരോ. ഇന്ന് രാത്രി ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാട്ട് ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാര് വികടമായി നടന്നു, നിന്നെ കോപിപ്പിച്ചോ. തിരുവെഴുത്തിൽ പഴയ നിയമത്തിൽ ദാനിയേലിനെ പോലെ നിർമ്മലനായ വേറൊരു മനുഷ്യനില്ല. ഓ, യോസഫിനെ കുറിച്ച് പറയാൻ കുറ്റമുണ്ട്, ഈ അബ്രഹാമിനെ കുറിച്ച് പറയാൻ കുറ്റമുണ്ട്, ദാവീദിനെ കുറിച്ച് പറയാൻ കുറ്റമുണ്ട്. പക്ഷെ ദാനിയേലിൽ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. The perfect man in the Old Testament. പക്ഷെ ആ മനുഷ്യനിരുന്ന് മുട്ടുകുത്തി പറയുകയാ, എന്റെയും എൻ്റെ പിതാക്കന്മാരുടെയും പാപത്തെ ക്ഷമിക്കണമേ. A prayer of repentance, a prayer of repentance, raise a prayer of repentance. ഈ രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു റിപ്പൻഡൻസിന്റെ പ്രാർത്ഥന, ഒരു റിപ്പൻഡൻസിന്റെ കണ്ണുനീർ. കർത്താവേ, എൻ്റെ കണ്ണ് നിറയുന്നത് കഷ്ടത കൊണ്ടല്ല, എൻ്റെ കണ്ണ് നിറയുന്നത് വേദന കൊണ്ടല്ല, but only because of the repentance. എൻ്റെ അകത്ത് ഒരു മനം തകരുന്നു, എൻ്റെ അകത്ത് ഹൃദയം നുറുങ്ങുന്നു, ഞാൻ അങ്ങേ കോപിപ്പിച്ചു പോയി. Forgive me, O Lord. Forgive me, O Lord. എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ. ഈ രാത്രി ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അപ്പായേ എന്നോട് ക്ഷമിക്കണമേ എന്നൊരു വാക്ക് നീ പറയുമെങ്കിൽ, ഈ രാത്രി നീ ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ഒരു ശക്തി നിന്റെ മേൽ നിഴലിടും, ഒരു ശക്തി നിന്നെ തൊടും, ഒരു ശക്തി നിന്റെ മേലെ ആവസിക്കും. വിശ്വസിക്ക, നിന്റെ വിശുദ്ധീകരണത്തിന് മുൻപാകെ ദൈവം ശക്തിയെ നൽകും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മനുഷ്യന്റെ ജീവിതത്തിലെ ശക്തി നശിപ്പിക്കുന്ന ഒരു ഘടകം അത് പാപമാണ്. മനുഷ്യന്റെ ജീവിതത്തിലെ ശക്തി നശിപ്പിക്കുന്ന രണ്ടാമത്തെ ഘടകത്തിലേക്ക് വരുമ്പോൾ ഒത്തിരി വിഷയങ്ങളുണ്ട്. ഞാൻ എണ്ണിപ്പെട്ട 3 പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന വിഷയങ്ങളെ മാത്രം പറയുകയാണ്. ശമൂവേലിന്റെ 1-ാം പുസ്തകം 30-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അമാലേക്യർ സിക്ലാഗിനെ ആക്രമിക്കുന്ന സംഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സിക്ലാഗ് ആക്രമിക്കപ്പെട്ടു, സിക്ലാഗ് തീ വെച്ച് ചൂടപ്പെട്ടു, സിക്ലാഗിലുണ്ടായിരുന്ന ദാവീദിന്റെ ഭാര്യമാരുൾപ്പെടെ എല്ലാവരും പിടിക്കപ്പെട്ടു, ദാവീദിന്റെ സകല സംഗതികളും കൊള്ളയിടപ്പെട്ടു. ദാവീദ് മടങ്ങി വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നതാണ് കാണുവാൻ കഴിയുന്നത്. അതിന്റെ 4-ാം വാക്യത്തിൽ ഈ പ്രശ്നത്തിന്റെ മധ്യത്തിൽ ദാവീദും കൂടെയുള്ളവരും ഒരു കാര്യം ചെയ്തു. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. എന്തോ സംഭവിച്ചു? കരഞ്ഞ് എന്നോടൊന്ന് പറഞ്ഞ്, കരഞ്ഞ് ബലം തീർന്നു. കരഞ്ഞ് ബലം തീർന്നു. കരച്ചിലുകൾ ബലത്തെ തീർത്തു കളയും. നിരന്തരമായ വിലാപങ്ങൾ, നിരന്തരമായ കരച്ചിലുകൾ, ഓ സ്തോത്രം, മനുഷ്യന്റെ ബലത്തെ ഇല്ലായ്മ ചെയ്യും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും പരാജയങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം, ഇന്നലകളിൽ ശത്രു ആക്രമിച്ചിട്ടുണ്ടായിരിക്കാം, ഇന്നലകളിൽ എവിടെയെങ്കിലും വീഴ്ചകൾ താഴ്ചകൾ സംഭവിച്ചേക്കാം. പക്ഷേ എപ്പോഴും അതിനെ എണ്ണിപ്പറക്കി കരഞ്ഞുകൊണ്ടിരുന്നാൽ, അതിനെ എണ്ണിപ്പറക്കി സങ്കടപ്പെട്ടുകൊണ്ടിരുന്നാൽ നിനക്കൊരിക്കലും മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. ആ പരാജയത്തിനകത്തുനിന്ന് പാഠം ഉൾക്കൊണ്ട്, ആ വീഴ്ചയ്ക്കകത്തുനിന്ന് ജ്ഞാനം ഉൾക്കൊണ്ട്, ഓ നീ എഴുന്നേറ്റ് മുമ്പോട്ട് പോകണോ. നീ കരഞ്ഞുകൊണ്ടിരുന്നാൽ നിന്റെ ബലം നഷ്ടപ്പെടത്തേ ഉള്ളൂ. ദാവീദ് കരഞ്ഞ് പൂർണ്ണമായി അവന്റെ ബലം നഷ്ടപ്പെട്ടോ. ഓ എന്നിട്ട് അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ സ്തോത്ര, ഈ കരഞ്ഞ് ബലം നഷ്ടപ്പെട്ടവർ ദാവീദിനെ കല്ലെറിയാൻ തുടങ്ങുകയാണ്. ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, പ്രാർത്ഥനയിൽ ദൈവകൃപയ്ക്കകത്തല്ലാതെ വെറുതെ കരഞ്ഞുകൊണ്ടിരുന്നാൽ, 1 നിന്റെ ആത്മീയ ബലം നഷ്ടപ്പെടോ, 2 നിന്റെ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടോ. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു അന്യായ കണ്ണുനീരുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അതിനെ വീട്ടുകളഞ്ഞാട്ടെ. എന്റെ സഹോദരങ്ങളെ,
അകാരണമായ കരച്ചിൽ, അത് കൃപ വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ കരയുകയും ചിരിക്കുകയും ചെയ്യും. ഇതുപോലെ ഒരു അനാവശ്യമായ ഒരു കരച്ചിലുണ്ടെങ്കിൽ അതിനകത്തൊരു ഈവിൾ സ്പിരിറ്റ് ഉണ്ട്. എനിക്ക് കേരളത്തിലെ ചില പുണ്യ കേന്ദ്രങ്ങളെ കുറിച്ചറിയാം. അതിനകത്ത് ചില സ്പെഷ്യൽ റൂമുകളുണ്ട്. ലാമന്റിംഗ് റൂമുകൾ, കരയാനുള്ള മുറികൾ. ആ മുറിക്കകത്തേക്ക് ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ മതി. ആ മുറിക്കകത്തേക്ക് ചെന്നിരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് വെറുതെ ഇരുന്നാൽ മതി, ഇങ്ങനെ കരയാൻ തുടങ്ങുക. ഒരു സ്പിരിറ്റാണ്, ഒരു സ്പിരിറ്റാണ്. അവിടെ നിന്ന് എത്ര പുറത്തിറങ്ങിയാലോ ഈ കരച്ചിൽ അവനെ വിട്ടുമാറുന്നില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ ജനം തിരിച്ചറിയണം. കാരണമായ ഒരു വീപ്പിംഗ് സ്പിരിറ്റ്, ഒരു വീപ്പിംഗ് സ്പിരിറ്റ് നിന്റെ മേൽ വീണിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനെ നീ പൊട്ടിച്ചെറിയണം. യഹോവയിലെ സന്തോഷം നമ്മുടെ ബലമാണ്. യഹോവയിലെ സന്തോഷം നമ്മുടെ ബലമാണ്. Rejoice in the Lord, rejoice in the Lord, rejoice in the Lord, rejoice in the Lord, rejoice in the Lord. എന്റെ ശുശ്രൂഷയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നന്നായി ജനമൊക്കെ ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ച് തുള്ളിച്ചാടുമ്പോഴോ നിന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നവർ, അവരെ കുറിച്ച് മറ്റു ചിലർ എന്റെ അടുക്കൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, നന്നായി കരയുന്നവരാണെന്ന്. പക്ഷെ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ആ കരച്ചിലിനകത്തൊരു കൃപ ഞാൻ ഫീൽ ചെയ്തില്ല. ആരാധനയുടെ ഇടയിൽ ഞാൻ ചെന്ന് അവർക്ക് വേണ്ടി പേഴ്സണലായി ശുശ്രൂഷിക്കുമ്പോൾ അവരുടെ അകത്തുനിന്ന് ഭൂതങ്ങൾ വിട്ടുപോകുന്നത് ഞാൻ കണ്ടോ, അവരുടെ അകത്തുനിന്ന് ദുരാത്മാ വിട്ടുപോകുന്നത് ഞാൻ കണ്ടോ. അതിനുശേഷമുള്ള അവരുടെ ആരാധനയെ ഞാൻ നിരീക്ഷിച്ചോ. അവർ ആരാധനയിൽ കരയുകയല്ല, മറ്റുള്ളവരെ കാട്ടിലും ഉച്ചത്തിൽ ഉപരിയായി തുള്ളിച്ചാടി ആരാധിക്കുന്നത് ഞാൻ കണ്ടോ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ജനം ആരാധിക്കുമ്പോൾ നീ ആരാധിക്കണം, ജനം തുള്ളിച്ചാടുമ്പോൾ നീ തുള്ളിച്ചാടണം, ജനം കൈയടിക്കുമ്പോൾ നീ കൈയടിക്കണം. എപ്പോഴും മോങ്ങിക്കൊണ്ടിരിക്കരുത്. ചില മിസ്കൺസെപ്ഷനുകളുണ്ട് നമുക്ക്. കരയുന്നവൻ ആത്മീയനാ, ചിരിക്കുന്നവൻ അഹങ്കാരിയാ. നോ നോ നോ, കരയുന്നവനും ചിരിക്കുന്നവനും ഭക്തനാണ്. ഇന്ന് രാത്രികാല ദൈവസന്നിധിയിൽ ഞാൻ സന്തോഷിക്കുമെന്ന് പറഞ്ഞോട്ടെ, എനിക്കിനി കരയാൻ മനസ്സില്ലെന്ന് പറഞ്ഞോട്ടെ, ദുഃഖവും മുറവിളിയും നിന്നെ വിട്ട് ഓടിപ്പോകട്ടെ. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളഞ്ഞിട്ട് പറഞ്ഞു, ഇനിയും കരയാൻ സാധ്യമല്ല. യെസ്, ഇന്ന് രാത്രി നിന്റെ കരച്ചിലിന്, യെസ്, ഇന്ന് രാത്രി ഇതിനകത്ത് ചില വീപ്പിംഗ് സ്പിരിറ്റ്സിനെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നു. ഇന്ന് രാത്രി ഇതിനകത്ത് ചില വീപ്പിംഗ് സ്പിരിറ്റ്സിനെ, ചില സ്പിരിറ്റ് ഓഫ് ലാമെന്റേഷൻ, യേശുവിൻ നാമത്തിൽ, യെസ്, Holy Spirit, the weeping spirit should be arrested. Ramana Rabana 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 Karana Bashara Balia Ardana Balana Bashia Ramana Uradana Dadia Dada. എനിക്കിനി കരയാൻ മനസ്സില്ലെന്നേ, എനിക്കിനി കരയാൻ മനസ്സില്ലെന്നേ. എന്റെ പിള്ളേരെ ഓർത്തിന് എനിക്ക് കരയാൻ മനസ്സില്ലെന്നേ. ഞാൻ അവരെ നോക്കി പ്രവചിക്കാൻ പോവാ. എന്റെ അവസ്ഥയെ ഓർത്ത് എനിക്ക് കരയാൻ മനസ്സില്ലെന്നേ. ഞാൻ അതിന്റെ നടുവിൽ അഭിഷേകത്തിൽ പോരാടാൻ പോവാ. എനിക്ക് കരയാൻ മനസ്സില്ലെന്ന്. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഇനി കരയത്തില്ലെന്ന് പറഞ്ഞ്. എനിക്കിനി കരയാൻ മനസ്സില്ലെന്ന് പറയണ്ടേ, എനിക്കിനി കരയാൻ മനസ്സില്ല. യേശുവിന്റെ നാമത്തിൽ വീപ്പിംഗ് സ്പിരിറ്റിനെ ഞാൻ അറസ്റ്റ് ചെയ്ത് മാറ്റുകയാ. ചില തെറ്റിദ്ധാരണകളുണ്ട്. കരഞ്ഞോണ്ട് സാക്ഷി പറഞ്ഞാലേ നീ ആത്മീയനാകത്തുള്ളെന്ന്. നോ, നീ കരഞ്ഞോണ്ടല്ല സാക്ഷി പറയേണ്ടത്. നീ അത്യുച്ചത്തിൽ ഹല്ലേലൂയ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാ സാക്ഷ്യം പറയേണ്ടത്. എന്റെ സഹോദരങ്ങളെ, യോഹന്നാൻ സ്വർഗത്തിലെ ഒത്തിരി ശബ്ദങ്ങളെ പറഞ്ഞു. സ്വർഗത്തിലാകെ കരച്ചിൽ കേട്ട ഒരേ ഒരു കരച്ചിൽ ആരുടേതാണെന്നറിയാമോ? യോഹന്നാൻ അവിടെ നിന്ന് കരഞ്ഞു. കാരണം യോഹന്നാൻ സ്വർഗത്തിൽ പുതുമുഖമായിരുന്നു. യോഹന്നാൻ സ്വർഗത്തിൽ കരഞ്ഞുടനെ മൂപ്പന്മാരിൽ ഒരുത്തൻ വന്ന് തൊട്ടിട്ട് പറഞ്ഞു, ഇത് സ്വർഗമായി, ഇവിടെ കരയാൻ പാടില്ല, സ്വർഗമായി, ഇവിടെ കരയാൻ പാടില്ല. If you are in the kingdom of God, you cannot weep. പകരം നരകത്തെ കുറിച്ച് ഒറ്റവാക്കിൽ പറഞ്ഞ് അവിടെ കരച്ചിലോ പല്ലുകടിയും ഉണ്ടാകാം. ഈ ഉപവാസത്തിനകത്ത് കരച്ചിലല്ല വേണ്ടത്. ഈ ഉപവാസത്തിനകത്ത് മഹാപുരുഷാരത്തിന്റെ ആരവം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, തകർത്ത ഇടിനാഥം പോലെ സ്വർഗത്തിന്റെ ആരവം ഉയരട്ടെ. Let every spirit of weeping be cast away.
നീ കരഞ്ഞു പോയ സന്തോഷമല്ല, സന്തോഷിച്ച് തിരിച്ചു മേടിക്കും. കരഞ്ഞ് സന്തോഷം പോയി. പക്ഷെ നെഹമ്യാവിന്റെ അടുക്കൽ പറഞ്ഞു, യഹോവയിൽ നീ സന്തോഷിക്ക, നിന്റെ ബലം മടങ്ങി വരും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, പലപ്പോഴും നിങ്ങൾ തന്നെ ചോദിക്കാറുണ്ട്, എൻ്റെ കർത്താവിൻ്റെ ദാസനെ ഞാൻ ഇതിന് മാത്രം കരഞ്ഞിട്ടും എന്താ എനിക്കൊരു ഉന്നമനം ഉണ്ടാകാത്തേ? എൻ്റെ പൊന്നച്ചായ, കരഞ്ഞ ഉന്നമനം ഉണ്ടാകുമെന്ന് ആരാ പറഞ്ഞേ? നോ, നീ സന്തോഷിക്ക, കർത്താവിൽ സന്തോഷിക്ക. അപ്പ ചോദിക്കുക, എന്തോ കണ്ടിട്ട് സന്തോഷിക്കാൻ ആകാശത്തിൻ്റെ ദാസനെ? യെസ്, രാജാവ് ദൈവത്തിൻ്റെ ബലത്തിൽ സന്തോഷിക്കുന്നു. രാജാവ് തന്റെ കൊട്ടാരത്തിൽ സന്തോഷിക്കുന്നു. രാജാവ് അവന്റെ സിംഹാസനത്തിലേക്ക് ഇങ്ങനെ തട്ടി നോക്കിയിട്ട് സന്തോഷിക്കുന്നു. രാജാവ് ഇടയ്ക്കിടയ്ക്ക് കിരീടം വെച്ച് കണ്ണാടി പോയിട്ട് ചിരിച്ചു നോക്കുന്നു. നോ, അങ്ങനൊന്നുമല്ല പറഞ്ഞത്. രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു. എനിക്കൊരു സ്ട്രോങ് ഹോൾഡ് ഉണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, ധന്യനായ ഏകാധിപതി, ഉയർന്നവനും ഉന്നതനും ശാശ്വതവാസിയും, താൻ മാത്രം അമർത്യതയുള്ളവർ. I have a God, a great God, a great God. ഒരു ഉന്നതനായ ദൈവം എനിക്കുണ്ട്. I will rejoice in him. എനിക്കൊരു ദൈവമുണ്ട്. എനിക്ക് കാശില്ല, പ്രിയപ്പെട്ടവരില്ല, ആരുമില്ല. പക്ഷേ എനിക്കൊന്നുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇടയിലൊക്കെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് പഴയ ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കുക, എൻ്റെ കർത്താവേ, എനിക്ക് നീ അല്ലാതെ ആരുമില്ലേ. എൻ്റെ സഹോദരങ്ങളെ, ഇത്ര ഗതികെട്ട അവസ്ഥയാണോ? നീ അല്ലാതെ ആരുമില്ലേ എന്ന് പറയാൻ. യേசு நீங்க இருக்கையிலே நாங்க சோர்ந்து போவதில்லை. நீங்க எல்லாமே காத்துக்கொள்வீங்க, நீங்க எல்லாமே பார்த்துക്കൊள்വീങ്ക. യേശു ഒരാൾ കൂടിയിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, ഇവിടെയും ചോദിക്കുക, ഏതെങ്കിലും ഭാര്യമാരി എന്നിട്ട് ഭർത്താവിൻ്റെ അടുക്ക്, എൻ്റെ ചായ, എനിക്ക് വേറെ 2 ഭർത്താക്കന്മാർ ആരുമില്ല, ആകെ ഒന്നേ ഉള്ളെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരെ ആരെങ്കിലും എൻ്റെ പപ്പ, എനിക്ക് പപ്പ അല്ലാതെ വേറെ ഒരു പപ്പയേ ഇല്ല. ഇനി ദൈവത്തിൻ്റെ അടുക്ക ചെന്ന്, അങ്ങല്ലാതാരുമില്ല എനിക്ക് ആത്മനാഥ, തമ്പുരാട്ട് എവിടെ ഇരുന്നിട്ട് ചോദിക്കും, ഇവൻ ഇനി ആരെയാ ഞാൻ കൊടുക്കേണ്ടി? ഞാനുണ്ടായിട്ട് ഇവന് ആരുമില്ലെന്ന് പറയും. ഇവനിനി ആരെയാ വേണ്ടിയത്? എനിക്കിനി വേറെ ആരെയാ വേണ്ടിയത്? അങ്ങല്ലാതെ ഇനി ആരുമില്ലെന്ന്. എൻ്റെ കർത്താവുള്ളപ്പം പിന്നെ എനിക്ക് ആരും വേണ്ടാന്ന്. പണ്ട് കേരളത്തിൽ പ്രസിദ്ധമായ ഒരു പരസ്യം ഉണ്ടായിരുന്നു. വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ നാട്ടിൽ കാശിന് നടക്കുന്നത്? ഇതുപോലെ ചോദിക്കുക, ഏട്ടാ, നിന്റെ അകത്ത് ഇത്രയും ഭയങ്കര ഒരു സ്ട്രോങ് ഹോൾഡ്, നിന്റെ അകത്ത് ഇത്രയും ഭയങ്കര ഒരു ദൈവം ഇറങ്ങി വന്നിട്ട് നീ പറയും, എനിക്ക് ആരുമില്ലെന്ന്. ആരുമില്ല നീ ഒഴികെ ചാരുവാനോരാ. അപ്പൊ നീ കണ്ടിടത്തെല്ലാം പോയി ചാരാൻ നടക്കുവാന്നോ? എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. ആരുമില്ല നീ ഒഴികെ ചാരുവാൻ ഒരാളെന്ന്. അപ്പൊ ചാരാൻ നീ മാത്രം മതി. വേറെ ഇനി ഇതുപോലെ 150 പേര് വന്നാലും ഞാൻ അവിടെ ഒന്നും പോയി ചാരാൻ പോകുന്നില്ല. അത് വേറെ ആരേലും പോയി ചാരട്ടെ. നിന്റെ മാർവിടം എന്നാശ്രയം എന്നേശു കർത്താവേ, രക്ഷകാ എൻ ദൈവമേ നീഹാൽ. അതൊരു പാതിവൃത്യത്തിന്റെ സ്വരമാ, അതൊരു ചാരിത്രത്തിന്റെ സ്വരമാ. ഓ യേശു മാത്രം മതി എനിക്കേതു നേരത്തോ. അങ്ങനെയാ പറയേണ്ടത്. എല്ലാവരും എനിക്ക് ആരുമില്ല. ഓ നോ നോ, അത് അപമാനിക്കുക ദൈവത്തെ. That is the lack of trust in him. No, he is enough. താൻ മതി എനിക്കുന്നു, താൻ മതി എനിക്കുന്നു, താൻ മതി എനിക്കുന്നു.
ഇന്ന് രാത്രി ആദരം തുറന്ന് പറഞ്ഞേ, എനിക്ക് യേശു മതി, എനിക്ക് യേശു മതി, എനിക്ക് യേശു മതി, യേശു മാത്രം 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 മതി. ജീസസ്. ഒന്ന്, പാപം നമ്മുടെ ബലത്തെ കുറച്ച് കളയും. രണ്ട്, സങ്കടം നമ്മുടെ ബലത്തെ കുറച്ച് കളയും. മൂന്നാമതായി മനുഷ്യന്റെ ബലം കുറഞ്ഞു പോകുന്നത് യെഹെസ്കേലിന്റെ പുസ്തകം 34-ാം അധ്യായം. യെഹെസ്കേലിന്റെ പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ 34-ാം അധ്യായം 4-5 വാക്യം ഞാൻ വേഗത്തിൽ വായിക്കാം. നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ, ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ, ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയോ, ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുകയോ, കാണാതെ പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും കൂടെ അവയെ ഭരിച്ചിരിക്കുന്നു. അടുത്ത ഭാഗം, ഇടയനില്ലായിക കൊണ്ട് അവ ചിതറിപ്പോയി, ചിതറിപ്പോയിട്ട് അവ കാട്ടിലെ സകല മൃഗങ്ങൾക്കും ഇരയായി തീർന്നു. എവിടെയാണ് ഒരുത്തന്റെ ശക്തി നഷ്ടപ്പെട്ടു പോകുന്നത്? അവിടെ വ്യക്തമായി പറയുകയാണ്, ഇടയൻ ഇല്ലായിക കൊണ്ട്, ഇടയൻ ഇല്ലായിക കൊണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ക്രിസ്ത്യൻ ലൈഫിനകത്ത് ഒരു സ്ട്രോങ് ഒരു സ്ട്രോങ് ക്രിസ്ത്യൻ ലൈഫിന് നിനക്ക് ഒരു ഇടയ പരിപാലനം, ഒരു ഷെപ്പേർഡിന്റെ കീഴിൽ ഒരു ഫ്ലോക്കിനകത്ത് നീ ആയിരിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ എവിടെ ഉപവാസങ്ങൾ ഉണ്ടെങ്കിലും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം, നീ എല്ലാ ഓൺലൈനുകളും ഉണ്ടായിരിക്കാം, ഒരു പക്ഷേ നിനക്ക് ഒത്തിരി പ്രാർത്ഥിക്കാൻ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിന്റെ മുറിവുകളെ കെട്ടാൻ നിനക്കൊരു ഇടയനുണ്ടോ? നിനക്കൊരു ഷെപ്പേർഡ് ഉണ്ടോ? നിനക്കൊരു പേഴ്സണൽ ഷെപ്പേർഡ് ഉണ്ടോ? ദൈവ പൈതലേ, നിനക്കൊരു പേഴ്സണൽ ഷെപ്പേർഡ് ഉണ്ടായിരിക്കണം. ക്രിസ്ത്യാനിറ്റിയിൽ അത് കർത്താവ് നിയമിച്ചതാണ്. യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പഴയ നിയമത്തിൽ പറയുമ്പോൾ, പുതിയ നിയമത്തിൽ കർത്താവ് അപ്പോസ്തലന്മാരെ ആക്കി വെച്ചിട്ട് പറഞ്ഞു, ആട്ടിൻകൂട്ടത്തിന്റെ മേൽ നല്ല ഇടയന്മാരായിരിക്കുവേ. ദൈവസഭയ്ക്ക് ദൈവം നൽകുന്ന 5 ഓഫീസുകളിൽ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ എന്നൊരു ഓഫീസ് ഉണ്ട്. യു ഷുഡ് ഹാവ് എ ഷെപ്പേർഡ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ ബലത്തിൽ, നീ ആത്മീയാവിൽ ബലപ്പെടുവാൻ, നീ സ്പിരിച്വലി സ്ട്രോങ് ആകുവാൻ, യു ഷുഡ് ഹാവ് എ ഷെപ്പേർഡ്. നീ ഒരു ഇടയന്റെ കീഴിൽ നിന്നെ സ്ഥിരത്തുന്ന, നിന്നെ കറക്റ്റ് ചെയ്യുന്ന, നിന്നെ ഗൈഡ് ചെയ്യുന്ന, നിന്നെ ലീഡ് ചെയ്യുന്ന, നിന്നെ ഫീഡ് ചെയ്യുന്ന, നിന്നെ റെസ്റ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഷെപ്പേർഡിന്റെ കീഴിൽ നീ ആയിരുന്നാലേ പറ്റത്തുള്ളൂ. ഒരു ഷെപ്പേർഡ് നിനക്കുണ്ടാകണം. ഷെപ്പേർഡ് ഇല്ല എങ്കിൽ നീ ബലഹീനപ്പെട്ടു പോകും. ഷെപ്പേർഡ് ഇല്ല എങ്കിൽ നീ ബലഹീനപ്പെട്ടു പോകും. ഇന്ന് രാത്രി ഞാൻ അതിനെ തൊട്ടുണർത്തി വീണ്ടും പറയട്ടെ, നിനക്കൊരു ഷെപ്പേർഡ് ഉണ്ടാകണം, നിനക്കൊരു ഷെപ്പേർഡ് ഉണ്ടാകണം. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ശുശ്രൂഷയെ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞ വേദഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. നിങ്ങൾ ഭ്രമിച്ചു പോകാതിരിക്കേണ്ടതിന്, നിങ്ങൾ ഭ്രമിച്ചു പോകാതിരിക്കേണ്ടതിന് ഞാൻ ഇടയനെ നിങ്ങൾക്ക് വേണ്ടി നിയമിക്കാം. യെരമ്യ 23:4 പറയുകയാണ്, ഞാൻ ഇടയനെ നിങ്ങൾക്ക് വേണ്ടി നിയമിക്കാം. ദൈവം ഇടയന്മാരെ നിയമിക്കുന്നത് ആട്ടിൻകൂട്ടത്തെ ഭംഗിയായി പരിപാലിച്ച് ദുഷ്ടജന്തു തൊടാതെ അതിനെ സൂക്ഷിക്കുവാനാണ്. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്നവരാരെങ്കിലും ഒരു ഇടയന്റെ കീഴിൽ ആയിട്ടില്ല എങ്കിൽ, ഒരു ഫ്ലോക്കിനകത്ത്, ഒരു ഫെലോഷിപ്പിനകത്ത് നിങ്ങൾ കണക്ട് ആയിട്ടില്ലെങ്കിൽ നിന്റെ ബലം കുറഞ്ഞു പോകും. You should be connected with a fellowship, and you should be connected with a shepherd, and you should be under a pastorship. ക്രിസ്ത്യാനിറ്റിയുടെ ഒരു സ്ട്രെങ്തിന്, ഒരു സ്ട്രോങ് ക്രിസ്ത്യൻ ലൈഫിന്, ഒരു വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫിന് you should have a strong shepherd. Holy Spirit ദൈവ ശക്തീകരിക്കുകയാണ്, ഇടയനിൽ കൂടെ ശക്തീകരിക്കുകയാണ്. ഒരു മനുഷ്യനെ ശക്തി നശിപ്പിക്കുന്നതായ മറ്റൊരു ഭാഗത്തിലേക്ക് കടന്നു വരാം. മറ്റൊരു ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ യെഹെസ്കേലിന്റെ പുസ്തകം 34-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, യെഹെസ്കേലിന്റെ പുസ്തകം 34-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്,
പോയതിനെ ഞാൻ അന്വേഷിക്കുകയോ ഓടിച്ചു കളഞ്ഞതിനെ തിരിച്ചു വരുത്തുകയോ ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയോ ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും. ഞാൻ ഈ ഒരു പോയിന്റിനകത്ത് ശുശ്രൂഷിച്ച ഇന്നത്തെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പ്രസംഗത്തിന്റെ പകുതി പോലും എത്തിയിട്ടില്ല. സ്തോത്ര. അവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ ശക്തീകരിക്കാൻ പോവുകയാണ്, ഞാൻ ശക്തീകരിക്കാൻ പോവുകയാണ്. ആമേ. ആരെയാണ് ശക്തീകരിക്കാൻ പോകുന്നത്? ഐ വിൽ സ്ട്രെങ്തൻ ദ വീക്ക് ആൻഡ് ദ സിക്ക്. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഐ വിൽ സ്ട്രെങ്തൻ ദ വീക്ക് ആൻഡ് ദ സിക്ക്. ഇന്ന് രാത്രി ഇതിനകത്ത് കർത്താവ് ശക്തീകരിക്കുന്നവനായി ഇറങ്ങി വന്നിരിക്കുകയാണ്. He will strengthen the weak and the sick. He will strengthen the weak and the sick. The healing power is going to work here. ഇന്ന് രാത്രി ഇതിനകത്ത് ഹീലിംഗ് സംഭവിക്കാൻ പോവുകയാണ്. I will strengthen the weak and the sick. ഇന്ന് രാത്രി യെഹെസ്കേൽ പ്രവചനത്തിലേക്ക് കടന്നു വാ. യെഹെസ്കേൽ പ്രവചനം 34:16 പറഞ്ഞാട്ടെ, അവൻ ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുന്നു. He will strengthen the weak and the sick. ഇന്ന് രാത്രി ഇതിനകത്ത് വീക്കായിട്ടാരുണ്ടെങ്കിലോ സിക്കായിട്ടാരുണ്ടെങ്കിലോ ഇന്ന് രാത്രി ദൂത് നിങ്ങളെ അടിച്ചു നിർത്താൻ പോവുകയാണ്. ഇത് നിങ്ങളുടെ മേൽ വീഴാൻ പോവുകയാണ്. He will strengthen the weak and the sick. He will strengthen the weak and the sick. ഇന്ന് രാത്രി ഞാൻ ഈ ചർച്ചിനകത്ത് അത് പ്രൊക്ലെയിം ചെയ്യുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ രാത്രിയിൽ ഞാൻ അതിനെ പ്രൊക്ലെയിം ചെയ്യുന്നു. He will strengthen the weak and the sick. ഇന്ന് രാത്രി നിന്റെ രോഗത്തിന്റെ മേൽ അവന്റെ ശക്തി ഇമ്പാർട്ട് ചെയ്യപ്പെടാൻ പോവുകയാണ്. The power of Holy Ghost, the power of God is here. Rasalamania la Coriana, Ardania la Kosharabania, Holy Spirit, Parisudadmavinia Nani Barino, Parisudadmavinia Nani Barino, Uramana Saria Prevania, Ardania Parabaudi Pravasha Pravania, Ertonia Pravasha Tenia Cartonia. He will strengthen the sick and the weak. He will strengthen the weak and the sick. In the രാത്രി ഇതിനകത്ത് weak and sick, നിന്റെ വീക്ക്നെസ്സിനെയും നിന്റെ സിക്നെസ്സിനെയും നിന്റെ ബലഹീനതയെയും നിന്റെ രോഗത്തെയും അവന് സൗഖ്യമാക്കുവാൻ കഴിയും. അവന് ശക്തീകരിക്കാൻ കഴിയോ? ലൂക്കോസിന്റെ സുവിശേഷം 5:17 വരുമ്പോൾ ലൂക്കോസ് 5:17 അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിൽ യഹൂദയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു. സൗഖ്യമാക്കുവാൻ എന്നോട് ചേർത്ത് പറഞ്ഞേ, സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. And the power of the Lord was present with him to heal them. The power of the Lord is present with him. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? The power of Lord is present here. The power of Lord is present here to heal us, to heal us. ലൂക്കോസ് 5:17 ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്. I minister in the holy name of Jesus. I minister in the power of Holy Ghost and in the power of Lord. I am confident the power of the Lord is present here. ഇന്ന് രാത്രി ഇതിനകത്ത് ഏത് രോഗത്തിന്റെ ബല, ഏത് ഹെറിഡിറ്ററി ഡിസീസ് ആയിരിക്കട്ടെ, ഏത് ഇന്റേണൽ ഡിസീസ് ആയിരിക്കട്ടെ, ഈ അറാമശോലിയ പ്രഭാനിയ ഞാൻ നിന്നെ ശക്തീകരിക്കാം. I will strengthen the sick and the weak. ഇന്ന് രാത്രി പുസ്തകങ്ങളെ മടക്കിക്കോ. പ്രസംഗം കഴിഞ്ഞോ? ചില സമയങ്ങൾ അഭിഷേകത്തിന്റെ തലം ഇതിനകത്ത് തുറന്നു വരോ. ദൈവകൃപ ഇതിനകത്ത് ഇങ്ങനെ ഒഴുകി വരോ. കൃപ ഇതിനകത്ത് ഇങ്ങനെ പെരുകി വരോ. He will strengthen the weak and the sick. നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ കണ്ണുകളെ അടച്ചാട്ടെ. ഒരു ചില സമയം നിങ്ങളുടെ രോഗം ഏതായിരുന്നാലോ, ഒരു ചില സമയം നിങ്ങൾ അതരം തുറന്ന് ശബ്ദമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടച്ച്, എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളെ അടച്ച്, നിങ്ങളുടെ ശരീരത്തിൽ ഏതുവിധ രോഗമായിരുന്നാലോ ഇന്ന് രാത്രികാല സ്വർഗത്തിലേക്ക് കൺകൾ ഉയർത്തിയാട്ടെ. ഈ അമാന സോലിയ പ്രഭാനിയ
Oh, I cannot heal you, but the power of Lord is present here. He can heal you. The power of Lord can heal you. He aramasheria avangil ninnu shakti purapetto adavare saukyamaki. Tonight, this is the night of healing. In ratri ninde adanya kaadugalo irunda kannugalam thurakan povugayanu. Ninde buddhimandala heal cheyan povugayanu. Ninde nervous system heal agan povugayanu. Ninde ortho diseases heal agan povugayanu. Ninde blood countകൾ heal agan povugayanu. Ninde respiratory system heal agan povugayanu. Ninde intestinal disorders heal agan povugayanu. Robonia. Ninde nephro diseases, ninde kidney urinary സംബന്ധമായ സകല പോരികളുടെ മേൽ ആ രോഗത്തിന്റെ പിമ്പിലുള്ള ദുരാത്മാക്കൾ ഇന്ന് രാത്രി കെട്ടപ്പെടാൻ പോവുകയാണ്. How many of you believe? ഹോറബാരബാര ശംദരാദിയ യേശുവിന്റെ നാമം ഇതിനകത്ത് അതിശക്തമായി വെളിപ്പെടുവാൻ പോകുന്നു. I am praying for you. ഞാൻ നിങ്ങളുടെ മുമ്പാകെ പ്രസംഗിക്കുകയല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവിക സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവിക സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. കർത്താവേ, ഈ ജനം ഇതിനകത്ത് കൂടിയിരിക്കുമ്പോൾ ഏത് രോഗത്താൽ വ്യാകുലപ്പെടുന്നെങ്കിലോ അങ്ങയുടെ ശക്തി ഇന്ന് രാത്രി ഇവരെ സൗഖ്യമാക്കണമേ. ഇന്ന് രാത്രി ഇവരെ സുഖപ്പെടുത്തണമേ. എല്ലാ ക്യാൻസറസ് രോഗങ്ങളോ, എല്ലാ ക്യാൻസറസുകളോ, വൈറസുകളോ ഇന്ന് രാത്രി ഹീലാകട്ടെ. ഈ എല്ലാ ട്യൂമറുകളും ഡിസപ്പിയർ ആകട്ടെ. എല്ലാ ഗ്രോത്തുകളോ അത് കട്ട് ചെയ്യപ്പെടട്ടെ. ഇന്ന് രാത്രി ഒരു ലേസർ ശരീരത്തിൽ കയറി ഇറങ്ങുന്നത് പോലെ the divine treatment ഇന്ന് രാത്രി ഇതിനകത്ത് സംഭവിക്കട്ടെ. സ്വർഗം ഇതിനകത്ത് ചിലരെ ട്രീറ്റ് ചെയ്യുന്നത്, സ്വർഗം ഇതിനകത്ത് ചിലരുടെ മേൽ തൈല നദി ഒഴുക്കുന്നത് ഇന്ന് രാത്രി ഞങ്ങൾ കാണട്ടെ. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങയോട് കെഞ്ചി അങ്ങയുടെ കാൽപാദം തൊട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ ലജ്ജിപ്പിക്കല്ലേ, ഈ ജനത്തെ വെറുതെ അയച്ചു കളയല്ലേ. Let them be healed in the name of Jesus. ഈ രാത്രി ദൈവിക സൗഖ്യം ഇതിനകത്ത് വ്യാപരിക്കണമേ. ഈ രാത്രി ദൈവിക സൗഖ്യം ഇതിനകത്ത് വ്യാപരിക്കണമേ. നിത്യ രോഗികളായി കിടക്കുന്നവർ സൗഖ്യമാകട്ടെ. കിടക്കയിലായിരിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. പാരമ്പര്യ രോഗങ്ങൾ അഴിയട്ടെ. വിട്ടുമാറാത്ത ചുമ അത് വാരിയല് വരെ വേദനയായിരിക്കുന്ന അവസ്ഥകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നിർത്തൽ ചെയ്യപ്പെടട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ തൈറോയിഡുകൾ ക്യാൻസൽ ചെയ്യപ്പെടട്ടെ. തൈറോയിഡുകൾ ഹീൽ ചെയ്യപ്പെടട്ടെ. ബ്ലഡ് വൈറ്റൽസ് യേശുവിന്റെ നാമത്തിൽ അത് ബ്ലഡ് വൈറ്റൽസ് യേശുവിന്റെ നാമത്തിൽ സംഗതി ശരിയാകട്ടെ. ബ്ലഡ് കൗണ്ടുകൾ നോർമൽ ആകട്ടെ. ബ്ലഡ് വൈറ്റൽസുകൾ നോർമൽ ആകട്ടെ. ശരീരത്തിനകത്ത് ഇന്ന് രാത്രി അസ്ഥികളിൽ, നാഡികളിൽ, നരമ്പുകളിൽ, ലങ്സിനകത്ത്, ലിവറിനകത്ത്, പാൻക്രിയാസിനകത്ത്, ഹാർട്ടിനകത്ത്, വാൽവിനകത്ത് എന്റെ യേശുപ്പായുടെ കര, എന്റെ പൊന്നപ്പച്ച, എന്റെ പൊന്ന യേശുപ്പായേ, എന്റെ പൊന്ന് കർത്താവപ്പച്ച, ഇന്ന് രാത്രി ജനത്തെ തൊട്ടേ മതിയാകത്തുള്ളൂ. ഇന്ന് രാത്രി ജനത്തെ തൊട്ടേ മതിയാകത്തുള്ളൂ. ഇന്ന് രാത്രി ജനത്തെ ഹീൽ ചെയ്യണം. ഇവരെ വെറുതെ വിടരുത്. ഇവരെ രോഗികളായി വിടരുത്. ഈ പ്രാർത്ഥനാലയത്തിൽ ഇരിക്കുന്ന ഇവർ നാളെ ഹോസ്പിറ്റലിൽ ഇരിക്കരുത്. എന്റെ യേശുപ്പച്ചനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. എന്റെ പൊന്നപ്പച്ചന്റെ പാദം തൊട്ട് ഞങ്ങൾ കരയുക. ഈ രാത്രി ഇതിനകത്ത് മിറക്കിൾ ഹീലിംഗുകൾ എന്റെ പൊന്നേശപ്പ അങ്ങ് ചെയ്തു തരണോ. നീ രോഗശാന്തി വേണ്ടിയവരെ ഒക്കെയോ സൗഖ്യമാക്കിയ ഞങ്ങളുടെ വചനമുണ്ട്. In the name of Jesus, ഈ ജനം സുഖമാകട്ടെ. ഡയഗ്നോസിംഗ് റിപ്പോർട്ടുകൾ തിരുത്തി എഴുതപ്പെടുന്ന അളവിൽ യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യ ഇന്ന് രാത്രി ഇതിനകത്ത് പ്രസന്റ് ആകട്ടെ. മിറക്കിൾ ഹീലിംഗുകൾ സംഭവിക്കട്ടെ. എന്റെ യേശുപ്പച്ച അങ്ങ് തൊടണമേ. ഇന്ന് രാത്രി അവരെ തൊടണമേ. അങ്ങയുടെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ ഈ ആലയത്തെ നിറയ്ക്കട്ടെ. അത് ചിലരെ തൊടട്ടെ. ഈ രാത്രി
38 വർഷം രോഗിയായി കിടന്നവനെ എഴുന്നേൽപ്പിച്ചവനെ, 18 വർഷം കൂനിയായവളെ എഴുന്നേൽപ്പിച്ചവനെ, ഓ രമശാരാധാരാധി 12 വർഷത്തെ രക്തസ്രവ ചരിത്ര മാറ്റിയവനെ, ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്ന എന്റെ യേശുപ്പാ, ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്ന എന്റെ യേശുപ്പച്ചാ, ഈ രാത്രി സൗഖ്യം സംഭവിക്കട്ടെ. We pray the master. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് ഹീലിംഗ് വെളിപ്പെടട്ടെ, ഇതിനകത്ത് ഹീലിംഗ് വെളിപ്പെടട്ടെ, ഇതിനകത്ത് ഹീലിംഗ് വെളിപ്പെടട്ടെ, ഇതിനകത്ത് ഹീലിംഗ് വെളിപ്പെടട്ടെ. ഇന്ന് രാത്രി നിങ്ങളുടെ വ്യക്തിപരമായ രോഗങ്ങൾക്ക് വേണ്ടി ഓ രാമശബാനി ഒരു 2-3 മിനിറ്റ് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ വ്യക്തിപരമായ രോഗങ്ങൾക്ക് 2-3 മിനിറ്റ് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ അത് ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചെറുതോ വലുതോ ആയ ഏത് രോഗം നിന്നെ അലട്ടുന്നുവെങ്കിലോ യേശുവിന്റെ നാമത്തിൽ അതൊന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് രാത്രി സ്വർഗം നിന്നെ ഹീൽ ചെയ്യുകയോ, ഈ രാത്രി സ്വർഗം നിന്നെ ഹീൽ ചെയ്യുകയോ, ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കാലം യേശുവിന്റെ നാമത്തിൽ hereditary disease, the power behind diabetes, the spirit behind hypoglycemia, യേശുവിന്റെ നാമത്തിൽ ഡയബറ്റീസിന്റെ പിമ്പിലുള്ള സ്പിരിറ്റ്, യേശുവിന്റെ നാമത്തിൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിന്റെ പിമ്പിലുള്ള സ്പിരിറ്റ് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ I stand in the authority of Holy Ghost. I stand in the authority of Holy Ghost. സൗഖ്യങ്ങൾ സംഭവിക്കുന്നു. Mighty healing, mighty healing. Prostate ക്യാൻസറുകൾ ഹീലാകട്ടെ, ഹീലാകട്ടെ. കാർഡിയാക് ഡിസീസുകൾ ഹീലാകട്ടെ, ഹീലാകട്ടെ. എല്ലാ രോഗങ്ങളെയും സകല വ്യാധികളെയും സൗഖ്യമാക്കുന്ന യേശുവിന്റെ നാമത്തിൽ we proclaim healing. Fire upon them. Oh, ദൈവശക്തി ചലിക്കുന്നു, ദൈവശക്തി ചലിക്കുന്നു, ദൈവശക്തി ചലിക്കുന്നു, ദൈവശക്തി ചലിക്കുന്നു. Heal, heal, healing in the name of Jesus. Be healed in the name of Jesus. Be healed in the name of Jesus. I command to be healed in the name of Jesus. I rebuke every spirit of curses, every spirit of diseases. I rebuke it in the name of Jesus. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല രോഗബന്ധനങ്ങളെ ഞാൻ അഴിച്ചു കളയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല രോഗശക്തികളെ ഞാൻ അമർച്ച ചെയ്യുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല രോഗാത്മാക്കളെ ഞാൻ ശാസിച്ച് പാതാളത്തിന് കീഴ് എറിഞ്ഞു കളയുന്നു. ഈ രാത്രി ദൈവിക സൗഖ്യത്തെ ഞാൻ ഈ ശരീരങ്ങളിലേക്ക് കടത്തിവിടുന്നു. താല്പര്യമുള്ളവർക്ക് മാത്രം എഴുന്നേറ്റ് നിൽക്കുക, നിർബന്ധമല്ല. ഒരു കൃപയുടെ ഉപരിതലം അറിയുന്നവർ മാത്രം, ദൈവശക്തിയുടെ ചലനം അറിയുന്നവർ മാത്രം എഴുന്നേറ്റ് നിന്നാൽ മതി. അതരം തുറന്ന് അന്യഭാഷകളിൽ സംസാരിച്ച് കാരമടിച്ച് പൊടി കുടഞ്ഞു കളഞ്ഞ് ഐനയാസെ താനായി എഴുന്നേറ്റ് കിടക്ക വിരിച്ചോ, ഐനയാസെ താനായി എഴുന്നേറ്റ് കിടക്ക വിരിച്ചോ, താനായി എഴുന്നേറ്റോ, താനായി എഴുന്നേറ്റോ, നീ തന്നെ എഴുന്നേറ്റോ. ഇനി ആ രോഗം നിന്നെ പിടിക്കത്തില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി അസാധ്യമെന്ന് പറഞ്ഞത് വൻ കാര്യങ്ങളെ ചെയ്യുകയാണ്. There is power, there is power, there is power, there is power in the name of Jesus. രക്തത്തിൽ ശക്തി, രക്തത്തിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിന്നെ തൊടുക. അവൻ തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി, 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 അവൻ തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. The word is working here, the spirit is working here, the anointed servants is ministering here. Shamdana radana hadana ardana kalagada kaldanam tharak sabam prabam tharam ardanam tharam thara. ആരും കണ്ണുകളെ തുറക്കരുത്, ആരും കണ്ണുകളെ തുറക്കരുത്. എല്ലാവരും ഒരുപോലെ ആത്മതലത്തിലേക്ക് കയറി രോഗത്തിന്റെ പിശാചുകളെ ചവിട്ടി ഞെരിച്ച്